എന്നുള്ള സ്വിച്ച് ഉണ്ട്. അപ്പോൾ ഓൺ ഓഫ് എന്നുള്ള സ്വിച്ച് ഓണും ഓഫും ചെയ്യാൻ സാധിക്കും. മൈക്ക് സെറ്റിംഗ്സ് ഒന്ന് പ്രസ് ചെയ്യുക. മൈക്ക് സെറ്റിംഗ്സ് പ്രസ് ചെയ്യുമ്പോൾ ആദ്യം കീട്രിക്സിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സുസ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് എന്ത് ട്രിക്കാണ് കാണാൻ പോകുന്നത്? അപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് Yamaha PSR SX 900 കീബോർഡിന്റെ വോക്കൽ ഹാർമണിയാണ്. അപ്പോൾ കഴിഞ്ഞ ആഴ്ചത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ആഴ്ചത്തെ മൈക്ക് സെറ്റിംഗ്സ് വീഡിയോ പൂർണ്ണമായും കണ്ടെങ്കിൽ മാത്രമേ ഈ വോക്കൽ ഹാർമണി നമുക്ക് സെറ്റ് ചെയ്യാനും അതിന്റെ ഇഫക്റ്റുകളും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് ആഡ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഈ ചാനലിൽ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഇപ്പോൾ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ വീഡിയോ ഉണ്ട്, അപ്പോൾ ഐക്കാർഡിലും വരും. ആ വീഡിയോ നിങ്ങളൊന്ന് കാണുക. മൈക്ക് സെറ്റിംഗ്സിനെ കുറിച്ച് SX 900 എങ്ങനെയാണ് മൈക്ക് സെറ്റിംഗ്സ് ചെയ്യുന്നതെന്ന് കാണുക. അതുപോലെ തന്നെ 700 SX 700 ആണെങ്കിലും ഇതേ സെയിം ഓപ്ഷൻസ് ഒക്കെ തന്നെയാണ്. അപ്പോൾ മൈക്ക് സെറ്റിംഗ്സ് ഒക്കെ സെയിം ആണ്. വോക്കൽ ഹാർമണി ഇല്ല എന്നുള്ളൊരു വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ വോക്കൽ ഹാർമണി എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് എന്ന് നമ്മളിത് കാണാൻ പോവുകയാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോ മറക്കണ്ട. ഇനി അധികമൊന്നും പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ അടുത്ത വീഡിയോയിലേക്ക് പോകാം. PSR SX കീബോർഡ് ഇവിടെ റെഡിയാണ്. അപ്പോൾ SX കീബോർഡ് ഓണാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് SX കീബോർഡിൽ വോക്കൽ ഹാർമണി സെറ്റ് ചെയ്ത് നോക്കാം. വളരെ നല്ല ഒരു ഓപ്ഷൻ തന്നെയാണ് SX കീബോർഡുകളിൽ വോക്കൽ ഹാർമണി കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ യമഹയുടെ 970, 975 തുടങ്ങിയ കീബോർഡുകളിലും വോക്കൽ ഹാർമണി ഉണ്ട്. ഞാനത് ചെയ്തിട്ടില്ല. നമ്മുടെ കയ്യിൽ കീബോർഡ് അവൈലബിൾ ആകുമ്പോൾ നമ്മളതും ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ തൽക്കാലം SX-ന്റെ വോക്കൽ ഹാർമണി എങ്ങനെയാണെന്ന് പഠിക്കാം. അപ്പോൾ ഞാൻ ഓൾറെഡി മൈക്കിൻ്റെ SX 900 മൈക്ക് സെറ്റിംഗ്സ് ഒരു വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ കാണണം. കണ്ടു കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ വോയിസ് ഒക്കെ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത്, അതിലെങ്ങനെയാണ് എഫക്റ്റുകൾ കൊടുക്കുന്നത് എന്ന് കാണാൻ സാധിക്കുകയുള്ളൂ. ഇനി അടുത്തായി നമ്മൾ വോക്കൽ ഹാർമണി കാണാൻ പോവുകയാണ്. അപ്പോൾ ഞാനിവിടെ മൈക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ഒരു മൈക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. മൈക്ക് ഗിറ്റാർ ഇൻപുട്ടിൽ മൈക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണിത്. നിങ്ങൾക്ക് ഇവിടെ മൈക്ക് സെറ്റിംഗ്സ് അതിൽ വോക്കൽ ഹാർമണി എന്ന് കാണാൻ സാധിക്കും. നിങ്ങൾ ജസ്റ്റ് ഒന്ന് മൈക്ക് സെറ്റിംഗ്സ് ഒന്ന് പ്രസ് ചെയ്യുക. മൈക്ക് സെറ്റിംഗ്സ് പ്രസ് ചെയ്യുമ്പോൾ ആദ്യത്തെ മെനു നിങ്ങൾക്ക് ഇതിൻ്റെ ലഭിക്കുന്നത് മൈക്കിൻ്റെ ഒരു സെക്ഷൻ തന്നെയാണ്. അപ്പോൾ ഇവിടെ 3 ബാൻഡ് ഈക്വലൈസർ, നോയ്സ് ഗേറ്റ്, കംപ്രസർ, പിന്നെ അതിൻ്റെ 3 സെക്ഷൻ വോക്കൽ, ടോക്ക്, ഗിറ്റാർ, അതുപോലെ മൈക്ക് ഓൺ ചെയ്യാൻ ഓഫ് ചെയ്യാൻ അതിൻ്റെ മെയിൻ വോളിയം അഡ്ജസ്റ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇത് കഴിഞ്ഞതിൽ ഞാൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ, അതായത് മൈക്ക് സെറ്റിംഗ്സ് SX 900 മൈക്ക് സെറ്റിംഗ്സിൽ നിങ്ങൾ കണ്ടതാണ്. അപ്പോൾ ആ വീഡിയോ നിങ്ങൾ കാണുക. അപ്പോൾ ഇതെല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ രണ്ടാമത് ഇതൊന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ അടുത്ത സെക്ഷനിലേക്ക് പോകും. ഇവിടെയാണ് നമ്മുടെ വോക്കൽ ഹാർമണി കിടക്കുന്നത്. അപ്പോൾ വോക്കൽ ഹാർമണി ഇവിടെ നിങ്ങൾക്ക് കാണാം. ഇവിടെ ഒരു സെക്ഷൻ ഉണ്ട്. അപ്പോൾ ഇത് ഏത് സെക്ഷൻ വേണമെങ്കിലും ഇവിടെ ത്രൂ ഉണ്ട്. ഏത് സെക്ഷൻ വേണമെങ്കിലും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. നിരവധിയായിട്ടുള്ള സെക്ഷനുകളാണ്, 2 സെക്ഷനുകളാണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഒന്നും പ്രത്യേകിച്ച് ചെയ്യുന്നില്ല. ഞാൻ ഈ ഫസ്റ്റത്തെ ഈ ഒരു സെക്ഷൻ തന്നെ തിരഞ്ഞെടുക്കുകയാണ്. ഇനി നിങ്ങൾക്ക് വേറെ വേണമെങ്കിൽ അതിൽ സേവ് ചെയ്തിടാനുള്ള ഓപ്ഷനുണ്ട്. ഞാൻ ഈ ഡിഫോൾട്ടായിട്ട് കമ്പനി തന്നിട്ടുള്ള സ്റ്റൈൽ തന്നെ എടുക്കുകയാണ്. ഇനി നിങ്ങൾക്ക് ഇവിടെ അത് ഹാർമണി ഓൺ ഓഫ് എന്നുള്ള സ്വിച്ച് ഉണ്ട്. അപ്പോൾ ഓൺ ഓഫ് എന്നുള്ള സ്വിച്ച് ഓണും ഓഫും ചെയ്യാൻ സാധിക്കും. ഇവിടെ ഇഫക്റ്റ് ഉണ്ട്. ഇഫക്റ്റും ഓൺ ഓഫും ചെയ്യാം. ഇഫക്റ്റുകൾ നിങ്ങൾക്ക് മാറി മാറി ഇവിടെ കൊടുക്കാം. ഇവിടെ 3 ടൈപ്പ് ഇതുണ്ട്. ഇത് നിങ്ങൾ ഓരോന്നുമായിട്ട് ചെക്ക് ചെയ്ത് തന്നെ നോക്കേണ്ടതാണ്. അതിൻ്റെ LFO ഫ്രീക്വൻസി, അതുപോലെ LFO ഡെപ്ത്. LFO എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വിബ്രാറ്റോ എഫക്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് LFO നമ്മൾ ഉപയോഗിക്കുന്നത്. അതുപോലെ ഫേസ് ഷിഫ്റ്റ്, ഫീഡ്ബാക്ക് ലെവല്, ഈ സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഞാൻ ഈ ഒരു ടെമ്പറേച്ചർ എന്നുള്ളൊരു സെക്ഷൻ തിരഞ്ഞെടുക്കുകയാണ്. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും വോക്കൽ ഹാർമണി കോഡ് സോഴ്സ്. ഈ കോഡ് സോഴ്സും നിങ്ങൾക്ക് വേരിയസ് ആയിട്ട് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ആദ്യത്തെ ഓപ്ഷൻ തന്നെ തിരഞ്ഞെടുക്കുകയാണ്. അങ്ങനെ കോഡ് സോഴ്സ് ഓപ്ഷൻ ഇടും. ഇനി ഇവിടെ നിങ്ങൾക്ക് ടൈപ്പ് ഉണ്ട്, അതായത് വോക്കൽ ഹാർമണി ടൈപ്പുകൾ. ഇവിടെ നിരവധിയായ ടൈപ്പുകളുണ്ട്. ആ ടൈപ്പുകൾ ഇതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ എന്ന് എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഓരോ സെക്ഷൻ്റെയും നമുക്ക് 5 ടൈപ്പാണുള്ളത്. 5 ടൈപ്പിൽ എങ്ങനെയൊക്കെയാണ് വോയിസുകളും വരുന്നതെന്ന് ഇവിടെ ഒരു കൃത്യമായിട്ട് എഴുതി കാണിച്ചിട്ടുണ്ട്. അപ്പം ഞാനിവിടെ ആദ്യത്തെ ഒരു ഓപ്ഷൻ തന്നെ തിരഞ്ഞെടുക്കുകയാണ്. ഇനി തിരഞ്ഞെടുത്തതിന് ശേഷം നമുക്കൊന്ന് നോക്കാം. ഹലോ ഹലോ
അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ പ്രത്യേകിച്ച് വോക്കൽ ഹാർമണി ഒന്നും മനസ്സിലാവുന്നില്ലായിരിക്കും അല്ലേ? അപ്പോൾ നിങ്ങൾ ഇത് സെറ്റ് ചെയ്തിട്ടില്ല എന്നാണ് വിചാരിക്കുക. നമ്മളിവിടെ ലെഫ്റ്റ് സൈഡിൽ കോഡ് പിടിക്കുകയോ അല്ലെങ്കിൽ സ്റ്റൈൽ പ്ലേ ചെയ്യുകയോ ചെയ്യുമ്പോൾ മാത്രമേ നമ്മുടെ വോക്കൽ ഹാർമണി സെറ്റ് ആവുകയുള്ളൂ. അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ഒരു കോഡ് ഞാൻ പിടിക്കാം. ഇവിടെ നമ്മുടെ എക്കമ്പ് സ്വിച്ച് ഓൺ ആണ്. ജസ്റ്റ് ഒന്നൊരു കോഡ് പിടിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അപ്പൊ ഞാനൊന്ന് ജസ്റ്റ് കോഡ് പിടിക്കാൻ നോക്കാം. കോഡ് പിടിക്കുമ്പോ ഹലോ ഹലോ ഞാനിവിടെ കോഡ് പിടിക്കുകയാണ്. അപ്പൊ തൽക്കാലം നിങ്ങൾക്ക് അത് കാണിച്ചു തരാൻ നിർവാഹമില്ല. ഞാൻ എൻ്റെ ഒരു ക്യാമറ മാത്രമാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഞാനൊരു വേറെ സ്ഥലത്താണ്, അത് കാരണം ഇത് കാണിക്കാൻ പറ്റില്ല. ഞാൻ കോഡ് പിടിക്കാൻ പോവുകയാണ്. ഹലോ അപ്പോൾ ഞാൻ ഇനി ജസ്റ്റ് ഒരു സ്റ്റൈല് എടുത്ത് പ്ലേ ചെയ്യുകയാണ്. അപ്പോൾ എൻ്റെ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ഇ മൈനറിലുള്ള ഒരു പാട്ടാണ് വായിക്കാൻ പോകുന്നത്. എൻ്റെ ഇൻട്രോ ആഡാണ് അതിൽ. ശാന്തതയും എളിമയുമുള്ളവനേ ഈശോയേ, എൻ ഹൃദയം അങ്ങേ ഹൃദയം പോലാക്കേണമേ. ഹൃദയ ശാന്തതയും എളിമയുമുള്ളവനേ ഈശോയേ, എൻ ഹൃദയം അങ്ങേ ഹൃദയം പോലാക്കേണമേ. ഹൃദയ ശാന്തതയും എളിമയുമുള്ളവനേ ഈശോയേ, എൻ ഹൃദയം അങ്ങേ ഹൃദയം പോലാക്കേണമേ. അപ്പൊ ഇങ്ങനെയാണ് അപ്പൊ നമുക്കൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ ലെഫ്റ്റ് സൈഡില് കോഡ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു സെക്ഷൻ വർക്ക് ചെയ്യുകയുള്ളൂ. ഇപ്പോൾ വോക്കൽ ഹാർമണി നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് കരുതുന്നു. അപ്പോൾ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായി കാണും എന്ന് കരുതുന്നു. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെങ്കിൽ ഒന്ന് ഇപ്പൊ തന്നെ ലൈക്ക് ചെയ്തേക്കണം. ഉപകാരപ്രദമാണ് എന്ന് തോന്നുന്നെങ്കിൽ നിങ്ങൾ കീബോർഡ് ഉപയോഗിക്കുന്ന മറ്റു കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണം. എന്റെ ചാനലിൽ ആദ്യമായാണ് വീഡിയോ കാണുന്നത് എങ്കിൽ ഇപ്പോൾ തന്നെ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ആ ബെൽ ബട്ടൺ ഒന്ന് അമർത്തി എല്ലാ നോട്ടിഫിക്കേഷൻസും, അതായത് ഓൾ എന്നുള്ള ഒരു നോട്ടിഫിക്കേഷൻ കൂടി നിങ്ങൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. ഇതുപോലുള്ള കീബോർഡിന്റെ നിരവധി 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 കാര്യങ്ങളുമായി ഇനിയും ഞാൻ നിങ്ങളിലേക്ക് വരണമെങ്കിൽ നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനും അതുപോലെ സപ്പോർട്ടും കൂടിയേ തീരൂ. അപ്പൊ ഇനി മറ്റൊരു വീഡിയോയുമായി നിങ്ങളിലേക്ക് എത്തുന്ന ലക്ഷ്മി സുനു സൈനിങ് ഓഫ്. ബൈ.